ഒരാളുടെ ചുറ്റുപാടും അവരുടെ ജീവിത വിജയവുമായി വളരെയധികം ബന്ധമുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകൾ മനോഹരമാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും മനോഹരമായിരിക്കും. കുറ്റം പറയുന്ന, ടോക്സിക് ആയിട്ടുള്ള, നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ശബ്ദ കോലാഹലങ്ങളുള്ള സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ മനോഹരമായി നിങ്ങളുമായി ഇടപെടുന്ന ആൾക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ എന്നിവരെല്ലാം മികച്ച നിലയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ തലത്തിലേക്ക് ഉയരും. എന്നാൽ ഈ പരിസ്ഥിതി ചുറ്റും ഉണ്ടാകണമെന്ന് നമുക്കെപ്പോഴും ശഠിക്കുവാൻ കഴിയില്ല. പലപ്പോഴും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാകാറുള്ളത്. അതുമാത്രമല്ല, പരിസ്ഥിതിയും നമുക്ക് അനുയോജ്യമാകണം എന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ബോധവാന്മാരാകുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിച്ച് ശരീരം സൂക്ഷിക്കുന്നത് പോലെ തന്നെ മനസ്സിൻ്റെ ഭക്ഷണം നിർമ്മിക്കേണ്ടത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചിന്തയിൽ നിന്നാണ് എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. രണ്ടാമതായി ചെയ്യേണ്ടത് ചുറ്റുപാടുകളെ മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുപാടിനെ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റുക. നിഷേധാത്മക സ്വഭാവമുള്ള, നിങ്ങളെ പരാജയപ്പെടുത്തുവാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാത്തതുമായിട്ടുള്ള ആൾക്കാരെ പരിപൂർണമായി മാറി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ നോ പറയുവാനുള്ള ധൈര്യം, അവരിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ധൈര്യം നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. മൂന്നാമതായി നിങ്ങൾക്ക് ശരിയായ തീരുമാനം എടുക്കുവാനുള്ള കഴിവ് ഉണ്ടാക്കുക. നിങ്ങളുടെ ചുറ്റുപാടും ചെറുതായി ചിന്തിക്കുന്നവരും അസൂയാലുക്കളും നിങ്ങൾക്ക് എപ്പോഴും വീഴ്ച സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ അവരുമായി മാറി നിൽക്കാൻ വേണ്ടി തയ്യാറാക്കുക. അവർക്കെതിരെ തീരുമാനമെടുക്കാൻ വേണ്ടി നിങ്ങൾ ബോൾഡായിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്. അടുത്തതായി ചെയ്യേണ്ടത് നല്ല ആൾക്കാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളതാണ്. വിജയികളായവരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾക്ക് ചുറ്റും അത്തരത്തിലുള്ള ആൾക്കാരെ ബോധപൂർവം ഉണ്ടാക്കുക. നിങ്ങളുടെ ഭാവി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ചില പരാജയപ്പെട്ടവരുടെ, സൗജന്യ ഉപദേശകരുടെ ഉപദേശങ്ങൾ കേട്ട് നിങ്ങൾ സ്വയം കുഴിയിൽ ചാടരുത് എന്ന് പ്രത്യേകം ഓർക്കുക. അടുത്തൊരു കാര്യമാണ് മാനസിക വെളിച്ചം നേടുക എന്നുള്ളത്. മാനസിക വെളിച്ചം നേടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവ് നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എപ്പോഴും പഠിക്കാൻ സ്വയം തയ്യാറാക്കുക. പുതിയ നല്ല ആളുകളെ പരിചയപ്പെടുകയും ആവേശകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്യുക. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായി എപ്പോഴും സംവദിക്കുവാൻ വേണ്ടി തയ്യാറാകുക. മറ്റുള്ളവരെക്കുറിച്ച് ഗ്ലോസിപ്പുകൾ, കുറ്റങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ എന്നിവയിൽ നിന്ന് മാറി പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ നിലകൊള്ളുക. ഏറ്റവും അവസാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യത്യസ്തത പുലർത്തുക എന്നുള്ളത്. എപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ തയ്യാറാകുക. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുക. നെഗറ്റീവ് ആൾക്കാർ നിങ്ങളെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതിന് പകരം അവർ നെഗറ്റീവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിശബ്ദത പുലർത്തുകയും കഴിയുന്നത്ര അവരുമായി കൂടുതൽ സംവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം നിങ്ങളെ വീട്ടിലാണ് അവരെങ്കിൽ നിങ്ങൾക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ ഒരിക്കലും പാടില്ല. അവരുമായി അഡ്ജസ്റ്റ് ചെയ്യുവാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവ് ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനും നിങ്ങളുടെ ലക്ഷ്യം നേടുവാനും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.